നീ എവിടേക്കാണ് തള്ളിക്കേറി വരുന്നത്? നനക്കയില്ല കുളിക്കയില്ല, അത് പേരിട്ടാ സെറ്റിയൊക്കെ ചീത്താക്കാനാ? ആരാണ് വിളിക്കണത്? നിങ്ങളുടെ അനിയനാണ് കുഞ്ഞോൻ. അതെടുക്കണ എന്തിനാ? കാശ് വയ്ക്കാനാ വിളിക്കണത്. എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിലോ? എന്തത്യാവശ്യം? നിങ്ങൾ വന്നത് അറിഞ്ഞിട്ട് വിളിക്കാനാണ് പൈസക്ക് വേണ്ടിട്ട്. നിങ്ങൾ ഇങ്ങനെ കൊടുക്കാനിരിക്കല്ലേ പൈസ? അവനെന്തെങ്കിലും ചെയ്യാൻ ഞാനല്ലാണ്ട് ആരാണ് പിന്നെ ഉള്ളത്? എനിക്കാണെങ്കിൽ പഠിച്ചോണ്ട് അത്യാവശ്യം സമ്പത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വാപ്പൊന്നുമില്ല. അവനെ നോക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. വീടില്ല, കുടുംബമില്ല, കല്യാണവും കഴിച്ചിട്ടില്ല. നിങ്ങളതിന് ക്യാൻസൽ ചെയ്ത് വന്നേക്കല്ലേ? നിങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ഇനി ഞാൻ എന്ത് വാരിക്കോരി കൊടുക്കണമെന്ന് നീ പറഞ്ഞു. പെരുന്നാളിന് എന്തെങ്കിലും അയച്ചു കൊടുക്കും. ഞാൻ നേരിട്ട് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും 12,000 രൂപ കയ്യിൽ വെച്ച് കൊടുക്കും. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണം. പിന്നെ വാപ്പൊന്നും ഇല്ലല്ല, ഞാനല്ല എന്തെങ്കിലും ചെയ്യാനുള്ളത്. ഈ പടച്ചവൻ നമുക്ക് അതിനുള്ള അനുഗ്രഹം തന്നിട്ടുണ്ട്. പടച്ചവൻ പറഞ്ഞേക്കണ കൊടുക്കാനാണ്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പടച്ചവൻ നമുക്ക് ആവശ്യത്തിലധികം തന്നുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല, അതറിയും. വിളിക്കുന്നത് നിങ്ങളുടെ അനിയൻ നാശം പിടിക്കാനായിട്ട്. അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? പിന്നെ അവന് നാണം കെടുത്തണം മനുഷ്യന്. എല്ലാ കല്യാണത്തിനും വിളിക്കാത്തോടത്തൊക്കെ പോകും. കുളിക്കയില്ല, നനയ്ക്കയില്ല, നാണം കെടുത്തണ്. ജബ്ബാർക്കാട് അവിടെ കല്യാണത്തിന് അവനെ വിളിച്ചിട്ടുണ്ടായില്ല. അവനിട്ട് അവിടെ പോയി ഭക്ഷണം കഴിച്ചു. എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ അനിയനൊന്നും പറയാൻ എനിക്ക് നാണക്കേടാണ്. അവന് ആരെ കൂടെയായാലും ഏത് പാതിരാക്കണില്ല, അവൻ ഇറങ്ങിപ്പോക്കോളൂ. അവർക്ക് കുറച്ച് തിന്നാൻ കിട്ടിയാൽ മതി, അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നുമില്ല. നിക്ക് എവിടേക്കാണ്? ഞാൻ നോക്കട്ടെ. നീയാ? ഇക്കില്ലൂടെയൊക്കെ പുറത്ത് പോയേക്കണ്. നീ എവിടേക്കാണ് തള്ളിക്കേറി വരുന്നത്? നനക്കയില്ല കുളിക്കയില്ല, അത് പേരിട്ടാ സെറ്റിയൊക്കെ ചീത്താക്കാനാ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോൺ ഇവിടെ കംപ്ലൈന്റ് ആണ്, ഫോൺ എടുക്കാൻ പറ്റില്ല. ഞാനേ കാണാൻ വന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ. നിങ്ങാ ടൂറും ഇതൊക്കെ ആയിട്ട് നടക്കല്ലേ, പിന്നെ എങ്ങനെ കാണിക്കാണ്? നീ ഇവിടെ വരുമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ടൂർ പോകണ്ടിരിക്കണം. പോയിക്കും. ഇപ്പൊ ഞാന് ജബ്ബാർക്കാടെ കടയിൽ ഒരു ചായ കുടിക്കാൻ കയറിയപ്പോ അവിടെ ആൾക്കാർ പറയണ്ടായിരുന്നു, ഇക്ക അവസാനിപ്പിച്ചു പോന്നാ, ഇനി അങ്ങോട്ട് തിരിച്ചു പോകണില്ലെന്നാ, അവിടെ പണിയില്ലാന്നാ, അതൊക്കെ പറയണ്ടായിരുന്നു ആൾക്കാർ. അത് കേട്ടപ്പോ ഭയങ്കര വിഷമമായിത്ത. ഞാനേ നമ്മുടെ തറവാടില്ലേ, അതെന്റെ പേരിലാണല്ലോ. അതിന് ആ തറവാട് എനിക്കാ കൊടുക്കാന്ന് വെച്ചു. കാരണം എനിക്ക് വീടിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എനിക്ക് വീടും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇടന്നുറങ്ങണത് നല്ല പീഡിയത്തിൻ്റെലൊക്കെ. എനിക്ക് അതൊക്കെ മതി, മരിക്കോ. പിന്നെ നിങ്ങളെ സ്നേഹം. അപ്പൊ നാട്ടില് ഇക്കാനോട് എന്തെങ്കിലും കച്ചവടം തുടങ്ങാൻ ആ തറവാടിന്റെ ആധാരമാണ് ഇക്കാക്ക് കൊടുക്കണം. ഞാൻ വന്നിട്ടുണ്ടായെന്നും പറയാം. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ വരുന്നില്ലേ. പിന്നെ എവിടെങ്കിലൊക്കെ കല്യാണം വീട്ടിൽ പോകുമ്പോ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരും. അതും ഞാൻ സൂക്ഷിച്ചു വെച്ച എന്റെ ഇക്കാക്ക് കൊടുക്കാൻ. എന്റെ ഇക്കല്ലാണ്ട് എനിക്ക് വേറെ ആരും ഇല്ല കൊടുക്കാൻ. ഇക്കാക്ക് കൊടുത്ത് കുറച്ച് കാശാണ്. ഞാൻ വന്നിട്ടുണ്ടായി നിക്കാനോട് പറയണു കേട്ടോ. ഞാൻ പിന്നെ വരാം. പോയിക്കോട്ടെ. വിളിക്കുമ്പോ ഫോൺ എടുക്കണോട്ടാ. ഇക്കാനോടും പറയണു ഫോൺ എടുക്കാൻ. അല്ലെങ്കിലേ എനിക്ക് വിഷമാവും. എന്താണെന്നറിയോ? ഞാൻ വിചാരിക്കും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ടെന്താണ് കാര്യം? പോയിക്കോട്ടെ. ഫോൺ എടുക്കണോട്ടാ. ഫോൺ എടുക്കണം.